ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇന്ന് 3-ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ബീറ്റ്റൂട്ട് കൊണ്ട് പച്ചടിയാണ്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജിതിൻ തൃശ്ശൂരാണ്. ഇന്നത്തെ സമ്മാനവും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജിതിൻ തൃശ്ശൂരാണ്. ഇന്നത്തെ സമ്മാനം കിച്ചൺ സെറ്റാണ്. എന്തായാലും നമുക്ക് വിഭവത്തിലേക്ക് കിടക്കാം. ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ബീറ്റ്റൂട്ട് ചെറുത് നമ്മൾ നന്നായിട്ട് ചീവി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അരമുറി നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളി കുറച്ചുള്ള തൈര് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, കൊല്ലമുളക്, കരിവേപ്പില, കടുക്, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നാളികേരം ഇടാം. എന്തായാലും നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പച്ചമുളക് നമുക്ക് ഇടാം. കുറച്ച് പച്ചമുളക് ഞാനൊരു 4-5 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിടാം. നമുക്ക് ഈ ഓണക്കാലത്തൊക്കെ ഉണ്ടാക്കി നോക്കാം, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി നമുക്കിടാം. ഇനി അധികം വേണ്ട, 2-3 ഇല കരിവേപ്പില ഇടാം നമുക്ക്. ഇനി നമുക്ക് ഇത്തിരി ഉപ്പ്, അരയ്ക്കുന്നതിൽ ഇത്തിരി ഉപ്പിടണം. നമുക്ക് ഉപ്പിടാം. ഇനി ഇത് നമുക്ക് നല്ല വെണ്ണ പോലെ അരിച്ചെടുക്കാം മിക്സിയിൽ. ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ ചീവി വെച്ച നമ്മുടെ ബീറ്റ്റൂട്ട് ഇടാം. നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം. ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി നമ്മൾ. ഇനി നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഒഴിക്കാം. നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതെന്തായാലും നന്നായിട്ട് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. എന്തായാലും ബീറ്റ്റൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച നാളികേരം അതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കാം. നമ്മുടെ നാളികേരം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് തൈര് ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. എന്നിട്ട് നമുക്ക് തൈര് ഒഴിക്കാം അതിലേക്ക്. ഇത് ചെറുതായിട്ട് ചൂടായി വേണ്ട അതിലേക്ക് നമുക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് ലേശം ഇട്ടാൽ മതി. നമുക്ക് അധികമൊന്നും വേണ്ട. നമുക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇടാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കാം നന്നായിട്ട്. എന്നിട്ട് നമുക്ക് അടിച്ചു വെച്ച തൈര് നമുക്കതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് അടിച്ചു വെച്ച തൈര് അതിലേക്ക് ഒഴിക്കാം. നമുക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഒന്ന് ചൂടായാൽ മതി. നമുക്ക് തിളയ്ക്കേണ്ട. നമുക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയെടുത്ത് വെച്ച് കടുക് വറക്കാം. നമുക്ക് കടുക് വറക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കടുകിടാം. നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊല്ലമുളക് ഇടാം അതിലേക്ക്. കൊല്ലമുളക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കരിവേപ്പില ഇടാം. നമുക്ക് നന്നായിട്ടൊന്ന് മൂക്ക് റെഡിയാവട്ടെ. റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് എടുത്ത് വയ്ക്കാം. നമുക്ക് നമ്മുടെ കറിയിലേക്ക് കടുക് വറുത്തത് ഇടുകയാണ് നമ്മൾ. ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇളക്കി നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. നമുക്ക്
എന്തായാലും നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പച്ചടിയാണ്. എന്തായാലും ഓണക്കാലത്തൊക്കെ ഇത് നമുക്ക് ഓണസദ്യക്ക് ഉണ്ടാക്കാവുന്ന ഒരു നല്ലൊരു വിഭവമാണിത്. എന്തായാലും ഇതൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. ഇനിയും ഒരിക്കൽ കൂടി ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.